ഓക്കെ, സോ ഞാൻ പറയട്ടെ, നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപയോ 1.5 ലക്ഷം രൂപയൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് ഫ്ലാഗ്ഷിപ്പ് ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങളുടെ ഫോണിൽ വേണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങൾ ഏത് ഫോൺ എടുക്കും എന്ന് ചോദിച്ചാൽ ക്ലോസ് ടു പെർഫെക്റ്റ്, ഒരു സ്മാർട്ട് ഫോണും പെർഫെക്റ്റ് അല്ല, പക്ഷേ ക്ലോസ് ടു പെർഫെക്റ്റ് ആയിട്ടൊരു ഫോണാണ് OnePlus 12 5G. എനിക്കറിയാം, ഞാൻ കുറച്ച് ലേറ്റാണ് ഈ വീഡിയോ ഇടാൻ, കുറച്ച് എക്സാംസ് ഉണ്ടായിരുന്നു, അപ്പം അതിൻ്റെ ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യാനും റെക്കോർഡ് ചെയ്യാനൊക്കെ ടൈം എടുത്തിട്ടുണ്ട്. സോ എന്നോടൊന്ന് ക്ഷമിക്കുക. വീഡിയോ അവസാനം വരെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ OnePlus 12 നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ പല കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്തുകൊണ്ടാണ് നിങ്ങൾ 65,000 രൂപയാണ് ഇതിൻ്റെ 256 വേരിയൻറ്റ് ബേസ് വേരിയൻറ്റിന്, ആൻഡ് 16 GB 512 GB വേരിയൻറ്റിന് നിങ്ങൾക്ക് 70,000 രൂപയാണ്. സോ ആ 5,000 രൂപ ഡിഫറൻസിന് പോലും നിങ്ങൾക്കൊരു മച്ച് അപ്ഗ്രേഡ് കിട്ടുന്നുണ്ട്. നിങ്ങൾ 1.5 ലക്ഷം രൂപ S24 Ultra എടുക്കണ്ട, iPhone 15 Pro Max എടുക്കണ്ട, പക്ഷേ നിങ്ങൾക്ക് ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. സോ നമുക്ക് വീഡിയോയിലെല്ലാം പറയുന്നതായിരിക്കും. വീഡിയോ അവസാനം വരുന്നത് കാണാം. നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്ന ടെക്ടോടെക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ. ഞാനാണ് അമർന്നത്. അത് കൂടുതലും കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പെട്ടിയിൽ എന്തൊക്കെയാണ് നോക്കിയിട്ടുണ്ടെങ്കിൽ അതും 1.5 ലക്ഷം രൂപയുടെ ഫോണുകൾ പോലെയല്ല. 100 വാട്ട്സിൻ്റെ ചാർജർ വരുന്നുണ്ട്, നിങ്ങൾക്ക് A to C കേബിൾ വരുന്നുണ്ട്, ഒരു നല്ല കേസും വരുന്നുണ്ട്. ഒരു ട്രാൻസ്പെറൻറ്റ് കേസ് അല്ല, അത്യാവശ്യം നല്ലൊരു കേസും വരുന്നുണ്ട്. ഡിസൈൻ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഡിസൈൻ കഴിഞ്ഞ കൊല്ലത്തിൽ നിന്ന് ചെറിയ ഡിഫറൻസ് ഒക്കെ ഉള്ളൂ, പക്ഷെ എന്നാലും ഇഷ്ടപ്പെടുന്നൊരു ഡിസൈനാണ്. ഹാസൽബ്ലാഡിൻ്റെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു ക്യാമറ മൊഡ്യൂളും അത്യാവശ്യം നല്ലൊരു ഡിസൈൻ. ആൻഡ് Gorilla Glass 5 ആണ് ബാക്കിൽ വരുന്നത്. Gorilla Glass Victus 2 ആണ് ഫ്രണ്ടിൽ വരുന്ന പ്രൊട്ടക്ഷൻ. ആൻഡ് നിങ്ങൾക്ക് മെറ്റൽ ഫ്രെയിംസ് ആണ് കിട്ടുന്നത്. 221 ഗ്രാമും 9.2 mm തിക്നെസ്സുമാണ് വരുന്നത്. കുറച്ച് ഹെവിയാണ്, തിക്കറാണ്, പക്ഷേ അത്യാവശ്യം ഇൻഹാൻഡ് ഫീൽ ഉണ്ടാകും, കാരണം അതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയത് ആ രീതിയിലായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ബാക്കിൽ മാറ്റ് ഫിനിഷാണ് വരുന്നത്, ഫിംഗർ പ്രിൻ്റൊന്നും പതയത്തില്ല. 2 കളർ വേരിയൻ്റാണ്, ഗ്രീനും ബ്ലാക്കും. അതിൽ ഗ്രീനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, പക്ഷേ രണ്ടും മാറ്റ് ഫിനിഷ് തന്നെയാണ് വരുന്നത്. ഗ്രീനാണ് കുറച്ചൊരു കാണാൻ രസമുള്ളത്. അങ്ങനെയാണ് ഡിസൈനിൻ്റെയും ആ ഒരു ബിൽഡിൻ്റെയും കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഡിസ്പ്ലേനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 6.82 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷൻ AMOLED സ്ക്രീനാണ് വരുന്നത്. ചെറിയ കർവുള്ള സ്ക്രീനാണ്. 10 ബിറ്റിൻ്റെ പാനലാണ്. 1.07 ബില്യൺ കളർ ഷെയ്ഡ്സ് സപ്പോർട്ട് ചെയ്യും. 120 ഹെർട്സിൻ്റെ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. സോ LTPO പാനൽ പോലെ തന്നെ പ്രവർത്തിക്കുന്ന, പക്ഷേ സാംസങ്ങിൻ്റെ പാനൽ അല്ല ഇത്. അതാണ് ഇതിൻ്റെ അടുത്തൊരു അഡ്വാൻറ്റേജ്. കാരണം ഇവർ പാനൽ മാറ്റാനുള്ള ഒരു റീസൺ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ ഒരു ഗ്രീൻ ലൈൻ്റെ ഇഷ്യൂ നല്ലോണം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവർ സാംസങ്ങിൻ്റെ പാനൽ ഇപ്പോൾ ഉപയോഗിക്കാതെ BOE X1 എന്ന് പറയുന്ന ഒരു പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. X1 സീരീസിലുള്ള BOE കമ്പനിയുടെ പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് S24 അൾട്രയിലുള്ള പാനലിൻ്റെ തൊട്ട് താഴെ വരുന്ന പാനലാണ്. തൊട്ട് താഴെ എന്ന് പറയുമ്പം അധികം മോശമൊന്നും വിചാരിക്കേണ്ട, കാരണം നമുക്ക് അതായത് കാണുമ്പോൾ നമുക്ക് ഒരു വ്യത്യാസവും തോന്നില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സ്ക്രീനാണ്. 4500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. അത് പീക്കാണ്. HDR10+ സപ്പോർട്ട് വരുന്നുണ്ട്, ഡോൾബി വിഷൻ്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അതിൽ നിങ്ങൾ വീഡിയോ കൺസ്യൂം ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് HDR കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് ആ ഒരു പോയിന്റിൽ മാത്രമാണ് നിങ്ങൾക്ക് 4500 നിറ്റ്സ് വരുന്നത്. ഏറ്റവും ബ്രൈറ്റ്നസ് കാണിക്കേണ്ട പോയിന്റ് അതാണ് ബ്രൈറ്റ്നസ്, പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. 1600 നിറ്റ്സിൻ്റെയാണ് ഹൈ ബ്രൈറ്റ്നസ് മോഡിലുള്ള ബ്രൈറ്റ്നസ്. അതായത് നിങ്ങൾ വെയിലത്ത് പോയി നിൽക്കുമ്പോൾ അത് നോക്കിയാൽ മതി. അപ്പം 1600 നിറ്റ്സ് ഹൈ ബ്രൈറ്റ്നസ് മോഡ് തന്നെ നിങ്ങൾക്ക് നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. സോ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്ക്രീനാണ്. 93% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട്. അതായത് കാണാൻ നല്ല രസമുള്ള സ്ക്രീനാണല്ലോ. അപ്പം നല്ല ബെസൽസൊക്കെ വളരെ തിന്നാണ്, അതായത് കർവ്ഡാണ്, അപ്പം നോൺ എക്സിസ്റ്റിംഗ് ആണ്. പിന്നെ ചിഹ്നമൊക്കെ നോക്കുകയാണെങ്കിൽ ആവറേജ് ആണ്, കുഴപ്പമില്ല. ആൻഡ് 2160 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ്ങിൻ്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഫ്ലിക്കറിങ് കുറയ്ക്കാനും ബ്രൈറ്റ്നസ് താഴിക്കുമ്പോൾ ഫ്ലിക്കറിങ് കുറയ്ക്കാനുള്ള ഫീച്ചറാണ്. പിന്നെ HD10+ ഡോൾബി വിഷൻ വൈഡ് വൈൻ L1 Gorilla Glass Victus 2ൻ്റെ പ്രൊട്ടക്ഷൻ. IP65ൻ്റെ റേറ്റിംഗ് ആണ് എന്തുകൊണ്ട് അവർ കൊടുത്തത്. ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ 680 കൊടുക്കേണ്ടതാണ്, പക്ഷെ അവരിതാണ് 65 ആണ് കൊടുത്തത്. ഞാൻ പറയാൻ വന്നതല്ല, അക്വാ ടച്ചിൻ്റെ ഫീച്ചറും ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. അതായത് നനഞ്ഞാലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഡിസ്പ്ലേ, അതൊരു നല്ല കാര്യമാണ്. പിന്നെ DUV റെയിൻലാൻഡ് ഡിസ്പ്ലേ മേറ്റ് A+ sRGB 100% DCI P3 കളർ ക്യാമറ്റ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഡോൾബി അറ്റ്മോസിൻ്റെയും ഹൈറസ് വൈഡ് വയർലെസ്സിൻ്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. സോ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്, അത് സ്പീക്കർ ആയാലും ഡിസ്പ്ലേ ആയാലും 65,000 രൂപ എന്നല്ല, ഫ്ലാഗ്ഷിപ്പ് ലെവൽ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. പിന്നെ സ്പെസിഫിക്കേഷൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ Qualcomm Snapdragon 8 Gen 3 ടോപ്പ് നോച്ചാണ്, വേറെ ലെവലാണ്. 5G ചിപ്സെറ്റ്, LPDDR5X, UFS 4.0 ആൻഡ് 5400 mAh ബാറ്ററിയാണ് കിട്ടുന്നത്. 100 വാട്ട്സിൻ്റെ വൈഡ് ചാർജിങ്ങും 50 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ്ങും.
ഇനി പെർഫോമൻസ് കാറ്റഗറിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രിനിറ്റി എഞ്ചിൻ എന്ന് പറയാനാണ് OnePlus പറയുന്നതാണ് ട്രിനിറ്റി എഞ്ചിൻ, അതായത് LPDDR5X UFS 4.0 പിന്നെ ആ ചിപ്സെറ്റ് അതിൻ്റെ ഒരു ത്രികോണം ട്രിനിറ്റി ആ ഒരു വിളിപ്പേര് മാത്രമായിട്ട് കരുതിയാൽ മതി. അതിലുള്ള ഫീച്ചേഴ്സ് അവർ പറയുന്നത് CPU വൈറ്റലൈസേഷൻ, RAM വൈറ്റലൈസേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സംഭവം അവരെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ബെഞ്ച് മാർക്ക് റൺ ചെയ്യുന്ന സമയത്ത് ഞാൻ ഓരോന്നായിട്ട് പറയാം. 63% ആണ് CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ്, കുറച്ച് കുറവാണ്. ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ കുറവായിരിക്കും, പക്ഷെ എന്നാലും കുറവാണ്. 2.2 മില്യൺ AnTuTu സ്കോർ, ഏകദേശം 2 മില്യൺ AnTuTu സ്കോറാണ് വരുന്നത്. പക്ഷേ റൈവൽസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് 2 മില്യൻ്റെ പുറത്ത് കിട്ടുന്ന IQ12 ഒക്കെ ഉള്ള, അപ്പോൾ ഇത് 2 മില്യൻ്റെ ആ ഒരു ക്ലോസ് ടു റേഞ്ചാണ് കിട്ടുന്നത്. ഗീക്ക് ബെഞ്ച് സ്കോറും അത്യാവശ്യം നല്ലതാണ്, ഞാനിവിടെ കൊടുത്തേക്കാം. പിന്നെ 9140 മില്ലിമീറ്റർ സ്ക്വയറിൻ്റെ ഒരു VC കൂളിംഗ് സിസ്റ്റം ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഹീറ്റിംഗ് ത്രോട്ട്ലിംഗ് കുറയ്ക്കേണ്ടതാണെങ്കിൽ ത്രോട്ട്ലിംഗ് ടെസ്റ്റിൽ എന്തുകൊണ്ടോ അതവർ കാണിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ബാറ്ററി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് നമുക്ക് ഗെയിമിങ്ങിൽ ഒരിക്കലും ഫീൽ ചെയ്യില്ല. ജെൻഷിൻ ഇമ്പാക്റ്റ് 60 FPS കളിക്കുന്ന സമയത്ത് 59-60 FPS നിങ്ങൾക്ക് നല്ല സ്റ്റേബിളായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. CODയിൽ 120 FPS കളിക്കുന്ന സമയത്തും ഓൾമോസ്റ്റ് സ്റ്റേബിളായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. PUBG ന്യൂ സ്റ്റേറ്റ് BGMIയിലൊക്കെ 90 FPS നിങ്ങൾക്ക് സുഖത്തിൽ സ്മൂത്ത് എക്സ്ട്രീമൊക്കെ കളിക്കാൻ പറ്റും. അങ്ങനെ ആ ഒരു രീതിയിൽ ഗെയിമിംഗ് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പക്ഷേ ബെഞ്ച് മാർക്ക് റൺ ചെയ്യുമ്പോൾ അത്ര പുഷ് ചെയ്യുന്നില്ല. ശരിക്കും അത് തന്നെയാണ് വേണ്ടതും. ബെഞ്ച് മാർക്ക് റൺ ചെയ്യുമ്പോൾ പുഷ് ചെയ്തോട്ടെ, പക്ഷേ നമുക്ക് പ്രാക്ടിക്കൽ ഉപയോഗത്തിൽ അത് ഗെയിമിങ്ങിലായാലും നല്ല രീതിയിലുള്ള പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഹീറ്റിങ്ങും വലിയ കുഴപ്പമില്ല എന്നാണ് കേട്ടത്. ആ ഒരു വാംത്ത് എന്തായാലും ഉണ്ടാവും, അത് ഏതൊരു ഫോണിലും ഉണ്ടാകും. പക്ഷേ ഓവർ ഹീറ്റിംഗ് ഒന്നും ഇല്ല എന്നാണ് കേട്ടത്. ആൻഡ് നമ്മൾ പറഞ്ഞ ബാറ്ററി ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ടാണ് ഏകദേശം 9 മണിക്കൂറിൻ്റെ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. ദാറ്റ്സ് ഓസം. ഒരു രക്ഷയില്ല. 9 മണിക്കൂർ എന്ന് പറഞ്ഞ ഒരു പ്രാവശ്യം തള്ളക്കി വിളി കേട്ട ബ്രാൻഡാണ് OnePlus. ഈ ബാറ്ററി ലൈഫിന് ഈ രാത്രിയൊക്കെ കടന്നുറങ്ങാൻ വെറുതെ വെച്ച് കഴിഞ്ഞാൽ 20% പോകുന്നു എന്ന് കേട്ട ബ്രാൻഡാണ്. പക്ഷേ ഇപ്പം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെയാണ് ആ ഒരു പെർഫോമൻസ് കാറ്റഗറി. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ എല്ലാ സെൻസേഴ്സും വരുന്നുണ്ട്. ഡിസ്പ്ലേ, ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, ഫേസ് അൺലോക്ക്, IR ബ്ലാസ്റ്ററും വരുന്നുണ്ട്. കണക്ടിവിറ്റി നോക്കുവാണെങ്കിൽ 19 5G ബാൻഡ്, ഡ്യുവൽ 4G വോൾട്ടിയും ഡ്യുവൽ 5Gയുടെ സപ്പോർട്ടും വരുന്നുണ്ട്. വൈഫൈ വേർഷൻ 7, ബ്ലൂടൂത്ത് വേർഷൻ 5.4 ആണ് വരുന്നത്. 4x4 MIMO, 2x2 MIMO, വൈഫൈ കോളിംഗ്, ട്രിപ്പിൾ ബാൻഡ് വൈഫൈ ആണ് വരുന്നത്. പിന്നെ ബ്ലൂടൂത്തിൻ്റെ കോഡൊക്കെ നോക്കുവാണെങ്കിൽ നമ്മൾ വയർലെസ്സിൽ LSDCയും LDAC കോഡൊക്കെ വരുന്നുണ്ട്. NFC-യുടെ സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ 4Gയിൽ കാരിയർ അഗ്രിഗേഷൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ IP65 ആണ് ഞാൻ നേരത്തെ പറഞ്ഞു. IP68 കൊടുക്കേണ്ടതായിരുന്നു, ഫ്ലാഗ്ഷിപ്പാണ്. അക്വാ ടച്ചിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. USB Gen 3.2 വരുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം മിസ്സിംഗ് ആയിരുന്നു, ഇക്കൊല്ലം കൊടുത്തിട്ടുണ്ട്. X ആക്സിസ് ലീനിയർ മോട്ടർ വരുന്നുണ്ട്. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നല്ല സുഖമുണ്ടെന്നാണ് റിവ്യൂസ് കണ്ടത്. നല്ല രസമുള്ള ഹാപ്റ്റിക് ഫീഡ്ബാക്കാണ് കൊടുത്തിരിക്കുന്നത്. ജിങ് 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 എന്നുള്ള വൈബ്രേഷനാണ് സംഭവം. അലേർട്ട് സ്ലൈഡർ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്, കുറച്ച് ടോപ്പിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അലേർട്ട് സ്ലൈഡർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും 3.5mm ഓഡിയോ ജാക്ക് വരുന്നില്ല. മൈക്രോ SD-യുടെ സ്ലോട്ടും വരുന്നില്ല. എന്തിനാണ് അതിൻ്റെ ആവശ്യമില്ലല്ലോ, കാരണം 256ഉം 512 ഒക്കെ ഉള്ളപ്പോൾ പിന്നെ SD കാർഡ് കുത്തി നിറക്കേണ്ട ആവശ്യമില്ല. ഇനി സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ Android 14, OxygenOS 14, 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 5 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്, ഫ്ലൂയിഡ് എക്സ്പീരിയൻസ് ആണ്. ബ്ലോട്ട്വെയർ ആഡുകളൊക്കെ കുറവായിരിക്കും. OxygenOS ആണ്, നിങ്ങൾക്കറിയാം. പക്ഷേ ColorOS തന്നെയാണ്. ColorOSൻ്റെ പുറത്ത് OxygenOS ഉള്ളതിൻ്റെ ആ ഒരു ഗുണം എന്ന് പറയുന്നത് ആ ഒരു ഇതാണ്, ആഡ്സും ബ്ലോട്ട്വെയർ ഒക്കെ കുറവുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് തരക്കേടില്ലാത്ത സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഏത് ഫ്ലാഗ്ഷിപ്പ് തന്നെയാണ്, 1.5 ലക്ഷം രൂപ കൊടുക്കണ്ട. ഇനി ക്യാമറയെ കുറിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് 1.5 ലക്ഷത്തിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റുന്നത് എന്നാണ് പലവരും പറയുന്നത്. ഹാസൽബ്ലാഡിൻ്റെ കൊളാബറേഷൻ വന്നതോടുകൂടിയാണ് അവരുടെ ക്യാമറയിലുള്ള ആ ഒരു മങ്ങിച്ച വന്നു തുടങ്ങിയത്. പക്ഷെ ഇവർ ഇപ്പോഴും നന്നാവുന്നുണ്ടെങ്കിലും പഴയ ഒരു ലെഗസി കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. 50 മെഗാപിക്സലിൻ്റെ സോണി LYT808 ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും സപ്പോർട്ടുള്ള പ്രൈമറി ക്യാമറ, 48 മെഗാപിക്സലിൻ്റെ IMX581 ഒപ്റ്റിക്കലില്ല ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ സപ്പോർട്ടുള്ള ഒരു അൾട്രാവൈഡ് ക്യാമറ, പിന്നെ ഒരു 64 മെഗാപിക്സലിൻ്റെ 3x ഒപ്റ്റിക്കൽ സൂമും 6xൻ്റെ ഇൻ സെൻസർ സൂമും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും ഉള്ള OV64B ഒമ്നിവിഷൻ്റെ സെൻസറാണ്. പെരിസ്കോപ്പ് സെൻസറാണ് നിങ്ങൾക്ക് മൂന്നാമതായിട്ട് കിട്ടുന്നത്. ഫങ്ഷണൽ ക്യാമറ സെറ്റപ്പ്, നോ ഗിമ്മിക്സ്, അത്യാവശ്യം നല്ല സെറ്റപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ, IMX615 സോണിയുടെ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. വീഡിയോഗ്രാഫിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 8K 24 FPS-ലും 4K 60 FPS-ലും നിങ്ങൾക്ക് പ്രൈമറി ക്യാമറ എടുക്കാൻ പറ്റും ബാക്കിൽ. ആൻഡ് 4K 60 FPS ഉപയോഗിച്ച് 4K 60 FPS-ൽ നിങ്ങൾക്ക് അൾട്രാവൈഡും പ്രൈമറിയും ടെലിഫോട്ടോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി സെൽഫിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 4K 30 FPS-ലാണ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുക. കഴിഞ്ഞ കൊല്ലം 1080p ആയിരുന്നു, ഇക്കൊല്ലം അവർ 4K കൊണ്ടുവന്നു, നല്ല കാര്യം. പിന്നെ മറ്റു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹാസൽബ്ലാഡ് പോർട്രേറ്റും പിന്നെ ടെലിഫോട്ടോ ക്യാമറ വെച്ച് നിങ്ങൾക്ക് മാക്രോ ഷോട്ടൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ HDR വീഡിയോ 4K 30 എടുക്കാൻ പറ്റും. പ്രോ മോഡ് 4K 30 എടുക്കാൻ പറ്റും.
പ്രോ മോഡിൽ നമുക്ക് സംഭവങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സിനിമാറ്റിക് മോഡ് പോലെയൊക്കെ ഉപയോഗിക്കാം. പിന്നെ സെൽഫീനേക്കാളും നല്ലത് വീഡിയോഗ്രാഫിയിലാണ് ഇത് വരുന്നത്. പിന്നെ പ്രൈമറി ക്യാമറയൊക്കെ അത്യാവശ്യം നല്ലതാണ്. എന്തായാലും കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ആ ഒരു പ്രീമിയം ഫാക്ടർ വരുന്നില്ല എന്നാണ് പറയുന്നത്. ആ ഒരു ഭയങ്കര പ്രീമിയം എന്നുള്ള കാരണം കമ്പാരിസൺ വരുന്ന സമയത്ത് ക്യാമറയിൽ IQ12 പോലും ചില ഘട്ടങ്ങളിൽ പ്രൈമറി ക്യാമറയൊക്കെ IQ12 സെയിം ആണെങ്കിലും ചില സാഹചര്യങ്ങളിൽ ഈ IQ12 ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൽ കുറച്ചുകൂടി ഒപ്റ്റിമൈസേഷൻസ് വരുത്താനുണ്ട്. പക്ഷേ സെൻസർ ക്യാപ്പബിൾ ആണ്. OnePlus അപ്ഡേറ്റ്സും പ്രോമിസ് ചെയ്യുന്നുണ്ട്. സോ ഹോപ്പ് ഉണ്ട് എനിക്ക്. കാരണം നല്ല അപ്ഡേറ്റിലൂടെ അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ചേഞ്ചസ് തന്നെയേ ഉള്ളൂ. അപ്പോൾ ഓൾറൗണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഉണ്ട്, ഗംഭീര ഡിസ്പ്ലേ ആൻഡ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് വരുന്നുണ്ട്. ആൻഡ് അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കാരണം മാക്സിമം ചിപ്സെറ്റും പവറും ഒക്കെ വരുന്നുണ്ട്. അതും LPDDR5 എല്ലാ പരിപാടിയും വരുന്നുണ്ട്. നല്ല പെർഫോമൻസും കിട്ടുന്നുണ്ട്. മറ്റ് ഫീച്ചേഴ്സിലും പഞ്ഞൊന്നുമില്ല. പിന്നെ IP68 കിട്ടുന്നില്ല, 6.5 ആണ് ഇവിടെ കിട്ടുന്നത്. അതൊന്ന് നോട്ട് ചെയ്യുക. ക്യാമറയും അത്യാവശ്യം നല്ല ക്യാമറ തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെ ബാറ്ററി എടുത്ത് പറയണം, കാരണം അവർ നല്ലോണം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു എല്ലാം കൂടി നോക്കുന്ന സമയത്ത് നമുക്ക് 1.5 ലക്ഷം രൂപ മുടക്കുകയും വേണ്ട. എന്നാൽ നിങ്ങളുടെ കുറച്ച് ടൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 65,000 രൂപ ഇനിയിപ്പോൾ EMIക്ക് എടുക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് പോലെ എടുക്കാം. ഞാനൊരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങളൊരു നോർമൽ യൂസർ ആവുന്ന പക്ഷം നിങ്ങൾക്ക് ഒരു 30,000 രൂപയുടെ ഫോണിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷെ നമ്മൾ റിവ്യൂ ചെയ്യണം എന്നുള്ളത് കൊണ്ട്, എൻ്റെ ചാനൽ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്തായാലും കൺസിഡറബിൾ ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. കാരണം കഴിഞ്ഞ കൊല്ലം നമ്മൾ OnePlus 9 തള്ളക്കി വിളിച്ച സമയത്ത് OnePlus 12 നമുക്ക് ധൈര്യമായിട്ട് എടുത്തോ എന്ന് പറയാനെങ്കിലും പറ്റുന്നുണ്ട്. സോ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇതിനേക്കാളും വാല്യൂ ഫോർ മണി ആസ്പെക്റ്റിൽ നമുക്ക് നോക്കാൻ കഴിയുന്ന ഒരു സ്മാർട്ട് ഫോണാണ് OnePlus 12R. അത് ഏകദേശം 40,000 രൂപയ്ക്കാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ വീഡിയോ ചെയ്യാനായിട്ടില്ല. കാരണം അതിൻ്റെ വീഡിയോ ചെയ്യണമെങ്കിൽ IQ Neo 9 Pro ഇറങ്ങണം. കാരണം അത് വെച്ചിട്ടാണ് നമുക്ക് കമ്പാരിസൺ വരിക. അപ്പം അതിൻ്റെ ഫോണും കൂടി ഇറങ്ങിയിട്ട് നമുക്ക് അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഞാൻ കമ്പാരിസൺ വീഡിയോ ചെയ്യണം ഉദ്ദേശിക്കുന്നുണ്ട്. 2024 പല ചേഞ്ചസും എൻ്റെ വീഡിയോസിന് വരുത്തണമെന്നുണ്ട്. കുറച്ച് സെറ്റപ്പൊക്കെ ഒന്ന് മാറ്റണമെന്നുണ്ട്. പിന്നെ കമ്പാരിസൺ വീഡിയോസ്, ടെക് ന്യൂസ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള പരിപാടികൾ പ്രോഗ്രസീവ്ലി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റ് കാര്യങ്ങൾ, അതായത് സ്മാർട്ട് ഫോണിൽ തന്നെ ഇങ്ങനെ കുത്തിരിക്കാതെ ലാപ്ടോപ്പിലേക്കും പിന്നെ കുറച്ച് കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സും പിന്നെ ഓരോ ഹൗ ടു എങ്ങനെയാണെന്നുള്ളതും പിന്നെ ഓരോ ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് ഭയങ്കര ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. പണ്ട് ഞാൻ അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പോഴാണ് കുറഞ്ഞത്. അതൊക്കെ കൊണ്ടുവരണമെന്നുണ്ട്. സോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡിലെ ബെല്ലേക്ക് അമർത്താനും മറക്കരുത്. കാരണം ഷോർട്സ് ഒക്കെ ഇപ്പോൾ ഞാൻ പരമാവധി ഇടുന്നുണ്ട്. സോ അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതായിരിക്കും. സോ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും എന്നെ ഫോളോ ചെയ്തു. എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടിലായിരിക്കും റീൽസൊക്കെ വരിക, അതും ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ അതും ഫോളോ ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം എനിക്കൊക്കെ കിട്ടുന്ന സപ്പോർട്ട് അതാണ്, വേറെ ഒരു ചിലവുമില്ല. സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പരമാവധി എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അടുത്തൊരു നല്ല വീഡിയോയിൽ എല്ലാവർക്കും കാണാം, എല്ലാവരെയും കാണാം. സോ സ്റ്റേ സേഫ്, ബൈ.